ഞാൻ ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് എന്ന് വെച്ചാൽ കോരിത്തോട് മാഷ്. ഞാൻ 1945 മാർച്ച് 14 കുരിശിങ്കൽ ഏലി പീലി ദമ്പതികളുടെ 11ാമത്തെ മകനായി ജനിച്ചു. ഞങ്ങൾ 12 പേരാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പുറപ്പുഴ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, അന്ന് മത്സരങ്ങളൊന്നുമില്ല, സ്റ്റാർ മത്സരങ്ങളാണുള്ളത്. അപ്പം കൊല്ലത്ത് കൊണ്ടുപോയി സ്റ്റാർ മത്സരത്തിൽ കൊണ്ടുപോയി. അന്ന് അവിടെ ചെന്ന് എനിക്ക് 100, 200, 400 ഫസ്റ്റ് വന്നു. അതിനകത്ത് വയസ്സുകാരൊന്നുമില്ല, എല്ലാത്തോടും ഓടിക്കുന്നതാണ്. 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാറുകളാണ്. പിന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് എനിക്കറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ മെഡലും മേടിച്ച് ഇവിടെ ഇരിക്കുമ്പോഴാണ് മിലിറ്ററിയിൽ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസർ വന്ന് ചോദിച്ചു, ഞാൻ മിലിറ്ററി പോയിരുന്നോ എന്ന് ചോദിച്ചു. പോന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ മിലിറ്ററിയിലേക്ക് കൊണ്ടുപോയി. രാജസ്ഥാനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ജാട്ടുകാരാണ് 96 പേരുടെ ബറ്റാലിയൻ, 95 ജാട്ടുകാരും ഞാനൊരു മലയാളിയും. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പറ്റിയില്ല. അങ്ങനെ ചെന്ന് 3ാം ദിവസം തലയൊക്കെ മുട്ടയടിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. അവിടെ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഓടണം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തെലുങ്കനായിരുന്നു ഞങ്ങളുടെ സാറ്. അത് എൻ്റെ തലക്കടിച്ച് ഇരുടവിടെ എന്ന് പറഞ്ഞു. നീ എന്നാടാ ഓടണമെന്ന് ചോദിച്ചു. വേണം മീശ കളിക്കാത്തവരെ. അപ്പോൾ എനിക്കത് കൊണ്ടില്ല. ഞാൻ വന്നപ്പോൾ ആരോട് എന്താ സംസാരിക്കും. അപ്പോൾ നമ്മുടെ കുക്ക് ഹൗസിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഞാൻ ഓട്ടക്കാരനാണ്, ഞാൻ ഇവരെല്ലാം ഓടി തോപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 മെഡൽ എൻ്റെ കയ്യിലുണ്ട്. അത് പുള്ളിയെ കാണിച്ചു. പുള്ളി പറഞ്ഞു, എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ വരാം, സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ തിരുവല്ലക്കാരനൊരു തോമസ് സാറാണ്, JCO. അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നേച്ച് എന്നെ നോക്കിയേച്ച് പറഞ്ഞു, നിന്നെ ആരാടാ പട്ടാളത്തിലെടുത്തത്? അമ്മയുടെ മനപ്പാടിൻ്റെ മനം പോയില്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു, സാറേ ഞാൻ ഓട്ടക്കാരനായതുകൊണ്ട് 3 കേരളത്തിന് 3 സ്റ്റാർ. അപ്പോൾ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ 96 പേരെ കൊണ്ട് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞു. ഗ്രൗണ്ടിൽ വന്നു. നമ്മൾ 100 മീറ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മറ്റവരെക്കാളും ഒരു 10 മീറ്റർ പിന്നെ ഞാൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പുള്ളി ഉടനെ സ്പോർട്സ് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 6 പേരെയാണ് 100 മീറ്ററിന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം കിട്ടുന്ന 2 പേരും കൂടെ കൂട്ടി 6 അവരെയായിട്ട് ഓടിച്ച് അവർ എന്നിട്ട് 5 മീറ്ററേയും മിന്നു വന്നു. 100, 200, 400 വളരെ ഇതായിട്ട് മിന്നു വന്നു. അപ്പോൾ അന്ന് ഞാൻ റിക്രൂട്ടാണ്, എന്നെ പങ്കെടുപ്പിക്കാൻ പറ്റിയില്ല. എങ്കിലും ബറ്റാലിയനിൽ പങ്കെടുത്തു. ആ വർഷം ഞാൻ സർവീസസ് വരെ പോയി. അപ്പോൾ ആ വർഷം തന്നെ അവിടെ പട്ടാളത്തിൽ ചെന്നപ്പോഴാണ് ഞാൻ ഓട്ടക്കാരനാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ മാണിക്യം കുപ്പയിലാണ് കിടക്കുന്നത്. ഒരു താരത്തിനെങ്കിലും വാർത്തെടുക്കണം നാട്ടിൽ വന്നെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ നേരത്തെ പോരാണ്ട് ചോദിക്കും. പക്ഷേ അവിടുന്ന് വിടുന്നില്ല. ഞാൻ അന്ന് ആഗ്രഹിച്ച് ഒരു പൂവാണ് ആഗ്രഹിച്ച്. ദൈവം എനിക്ക് ഒരു കൊട്ടപ്പൂ തന്നു. അങ്ങനെയാണ് ഈ 5 ഒളിമ്പ്യന്മാർ, ഷൈനി വിൽസൺ, 5 ബോബി. ഷൈനി വിൽസൺ എൻ്റെ ജേസൻ്റെ മോള് തന്നെയാണ്. കൊച്ചിലെ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ. പിന്നെ 5 ബോബി ജോൺസ്, ജിൻസി ഫിലിപ്പ്, മോളി ചാക്കോ, CS മുരളീധരൻ, ജോസഫ് J എബ്രഹാം. അങ്ങനെ ഒരു 1000 കുട്ടികളെ എനിക്ക് വാർത്തെടുക്കാൻ സാധിച്ചു. അത് നാട്ടുകാരുടെയും അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം മാധ്യമങ്ങളാണ്. എന്നെ ആനയിലാട് ഏഷ്യാനെറ്റിൻ്റെ അടൂർ വന്ന് കോരത്തോട് വന്ന് ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നുള്ളൊരു ഇതുണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ 82 ഞങ്ങൾ ഈ കോരത്തോട് പിള്ളേരെ കൊണ്ട് മാത്രം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പിടിച്ചു. അപ്പോൾ ആ ഒരു വാർത്ത കൂടെ വന്നതിന് ശേഷം പിറ്റേ വർഷം മുതലാണ് ഈ 5 ബോബി ജോർജ് അങ്ങനെ 4 പിള്ളേരെയും കൊണ്ട് അവിടെ വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നെടുപ്പം നമുക്ക് സ്ഥല സൗകര്യമില്ല, സമ്മതിക്കില്ല. അപ്പോൾ കഴിഞ്ഞപ്പം അവിടെ നാട്ടുകാരോട് ചോദിച്ച് പറഞ്ഞു, അവിടെ പള്ളിയിൽ JC വാഴൂർ നിർത്തിയുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇത് നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ എന്നെ ഒരു വണ്ടി പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഒരൊറ്റ വാക്ക് പറഞ്ഞു, സാറേ ഈ 4 പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട്, ഇതിൻ്റെ ഒരു അന്തർദേശീയ താരമുണ്ട്, ഇതാരാന്ന് ഞാൻ പറയുന്നില്ല, സാറിന് നമ്മുടെ നാട്ടുകാർക്കും പേരുണ്ടാക്കും. അങ്ങനെ പറഞ്ഞാണ് ആ കുട്ടികളെ. അപ്പോൾ ഞങ്ങൾ താമസ സൗകര്യം ഇതില്ല, പെൺകുട്ടികൾ 4 പേർ താമസിക്കുന്നത്. അപ്പോൾ അവർ ആ വീട്ടുകാർ തന്നെ നമുക്ക് അവിടെ ഈ പിള്ളേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. ആ വർഷം അവരുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരുമ്പോൾ സ്റ്റേറ്റിലൊരു പ്രൈസാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ ആ വർഷം തന്നെ ഈ 5ൻ്റെയും രൂപയുടെയും ഐറ്റം ചേഞ്ച് ആയിരുന്നു. ഞാനത് ചേഞ്ച് ചെയ്തു, ഓടിച്ചു. അത് കണ്ടുപിടിക്കാനൊരു ധൈര്യം ഇതുണ്ടായിരുന്നു, ഓടിച്ചു. ആ വർഷം പാലയിൽ വെച്ച് നടന്ന മാറ്റിൽ എൻ്റെ മോൻ സഹിതം 3 പേരും ചാമ്പ്യന്മാരായി. ആ വർഷം തന്നെയാണ് നാഷണൽ പ്രൈസ് വന്നു ബാംഗ്ലൂർ വെച്ച് ഇവർക്ക് 2 പേർക്കും. അതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആളങ്ങ് തള്ളാൻ തുടങ്ങി. 100 കുട്ടികൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും കുട്ടികളങ്ങ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു കോരത്തോട് മാഷായി. അന്ന് മറ്റുള്ള സ്പോർട്സ് എല്ലാം എനിക്കെതിരായിരുന്നു. എൻ്റെ സൈഡ് നിന്നത് പത്രക്കാരാണ്. അന്ന് എന്നെ വലുതാക്കിയതും പത്രക്കാരും നാട്ടുകാരും ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നു നാട്ടിൽ. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് വളരാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക്
ഇത് ഇത്തരം ചെയ്തതിൽ ഒത്തിരി ഗുണം എനിക്ക് കിട്ടി. കാരണം ദ്രോണാചാര്യ അവാർഡ് കായിക അധ്യാപനം ഇന്ത്യയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. റിയയുടെ അവാർഡ് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതൊന്നും കിട്ടുന്ന അവാർഡുകളില്ല. 4 ദേശീയ അവാർഡിൻ്റെ അധ്യാപക അവാർഡ് കിട്ടി. അങ്ങനെ ഇത്ര മുഴുവൻ അവാർഡുകൾ നമുക്ക് നേടാൻ സാധിച്ചു. അതിനുപരിയായിട്ട് ഈ പ്രാവശ്യം ഇടുക്കിയിൽ നമ്മുടെ തോമസ് ഐസക് സാറ് ആദ്യത്തെ ഡിമാൻഡ് എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം ചോദിച്ചു, മാഷിനൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നത് എവിടെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനാ സാറേ അങ്ങനെ പറഞ്ഞു, ഒരു സമ്മാനം തരാൻ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇടുക്കിക്കാണ് അത് വേണ്ടത്. അങ്ങനെ ഫസ്റ്റ് എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ആദ്യത്തെ ഇതിൽ അനുവദിച്ച് കെ പി തോമസ് വാർഡനും വിജയനും 14 സ്റ്റേഡിയങ്ങൾ അനുവദിച്ച് അതിൽ ജീവിച്ചിരിക്കുന്ന ഞാനും വിജയനും ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് 43 കോടി രൂപയുടെ സ്റ്റേഡിയമാണ്. ഭയങ്കര സ്റ്റേഡിയം പണിയാണ്. അതൊരു വലിയൊരു അംഗീകാരമാണ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. കാരണം ഈ അവാർഡൊക്കെ ഈ ദേശീയ ഒളിമ്പ്യൻ ഈ അവാർഡെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആരും മറന്നു പോകും. ഇതൊരിക്കലും മറക്കില്ല. തോമസ് വാസ് സ്റ്റേഡിയം ഇത്രയും ഗവൺമെൻറ് നമ്മളെ അംഗീകരിച്ചു. അത് ജനം ഏറ്റവും കൂടുതൽ എന്നെ അംഗീകരിച്ചത് പത്രക്കാരില്ലെങ്കിൽ ഞാനില്ല. കാരണം എന്നെ ഞാനാക്കിയത് ഈ മാധ്യമങ്ങളാണ്. അതിന് യാതൊരു സംശയമില്ല. അവരോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇത്ര അവാർഡ് കിട്ടാനുള്ള പ്രധാന കാരണം എൻ്റെ കുട്ടികളുടെ വിയർപ്പാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത്, ആൾക്കാർ ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഉഷയും എന്നെ ഇൻ്റർവ്യൂ ചെയ്യണ്, മാഷിൻ്റെ ഭയങ്കര കഴിവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെറ്റി, അതിനാന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്പർ 1 പള്ളിക്കൂടത്തിൽ ഒരു കുട്ടി 10 മണിക്ക് വന്നാൽ മതി, ഇത് 8 മണിക്ക് വരണം. അപ്പോൾ 2 മണിക്കൂർ മുമ്പ് ആരാ ഓടേണ്ടത്? ഈ കുട്ടീൻ്റെ അമ്മ ചട്ടിങ്ങലും കൊണ്ട് ഓടണം. അപ്പോൾ ആദ്യത്തെ ഓട്ടം അവിടെയായി. 2ാമത് കുട്ടി എൻ്റെ അടുത്ത് വരണം, 3ാമത് ഞാനാവുന്നു. പക്ഷേ ഞങ്ങൾ കൊണ്ട് ഇക്ക പറഞ്ഞിട്ട് ഇമ്മിന് വലിയ ഒന്നെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇമ്മിന് വലിയ ഒന്നാവുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ വിയർപ്പ് ഫലമാണ് ഇതിൻ്റെ അവാർഡിൻ്റെയൊക്കെ അവർ കാരണമാണ്. അല്ലെങ്കിൽ അവാർഡ് കിട്ടില്ല. ഇപ്പോൾ ഇത്രയും എന്നെ വലുതാക്കിയതും മുഴുവൻ എൻ്റെ കുട്ടികളാണ്, അവരുടെ വിയർപ്പാണ്. അപ്പോൾ അതെല്ലാം എൻ്റെ കിട്ടിയ അവാർഡുകൾ മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി സംഭാവന ചെയ്യുകയാണ്. ഇനിയും ഞാൻ 82 വയസ്സായി, ഇച്ചിരി അസുഖബാധിതനാണ്, എന്തെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ദൈവം കൊണ്ടുത്തരുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ, അസുഖം തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ദൈവം കൊണ്ട് നിർത്തിയ പോലെയാണ്. അതുപോലെയാണ് ഇപ്പോഴാണ് വെളിയിലിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം എന്നാണ് അറിയുന്നത്. ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരേ ആൾക്കാർ കാണുമ്പോഴും തോമസ് മാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് മുഴുവൻ അറിയാം. എന്നറിയുമ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം വരെ ഈ ഫോട്ടോ എടുപ്പുകാരായിരിക്കും. പക്ഷേ ഞാനത് നിന്ന് കൊടുക്കും. കാരണം അവരുടെ ആഗ്രഹമാണ്. മറ്റാൾക്കാരത് നിന്ന് കൊടുക്കില്ല. പക്ഷേ എന്നെ വലുതാക്കിയത് ഞാൻ പറഞ്ഞത്, ഞാൻ വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെന്ന് മറ്റുള്ളവർ പറയണം. അതാണ് എൻ്റെ സ്വത്ത്. ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇതായിട്ട് ഇത് പോകുന്നത്. ഇത്ര അവാർഡ് കിട്ടിയില്ലെങ്കിലും പറയാണ്ടിരിക്കാൻ നോക്കിയില്ല. നമ്മുടെ ലോങ് ടേം അച്ചീവ്മെൻ്റ് അവാർഡ് കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ് തരേണ്ടതല്ല, അത് സ്പോർട്സ് കൗൺസിൽ ഇതുവരെ തന്നിട്ടില്ല. ജീവിരാജ് അവാർഡ് അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് 10 വർഷമായി അത് തുടങ്ങിയിട്ട്, 11 വർഷമായി. അത് ഇതുവരെയും നമുക്ക് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ഇതിൽ എനിക്ക് ദേശീയ അവാർഡ് അതിൻ്റെ മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറയുക ഇതിനകത്ത് മുഴുവൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനത്തുള്ള ആൾക്കാരും നമുക്ക് ശത്രുവായിരുന്നു. എന്നെ വളർത്തിയത് മാധ്യമങ്ങളാണ്, എൻ്റെ കുട്ടികളാണ്, അവരുടെ വിയർപ്പാണ്. ഇപ്പോൾ എൻ്റെ കൊച്ചിലെ കാര്യത്തിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇതിനകത്ത് എന്നെ ഒരു സാറാണ് എന്നെ കണ്ടുപിടിച്ചത്. കാരണം അന്ന് ഞങ്ങളുടെ കുട്ടികളെല്ലാം കൂടെ ഞങ്ങളുടെ പഠിത്തൽ സ്കൂളിൽ പഠിപ്പിക്കില്ല. കാരണം അത്ര ഞങ്ങൾ മര്യാദക്കാരായിരുന്നു. കാരണം 12 ഏട്ടന്മാരുണ്ട്. അവറാജ് സാറും ഷൈനിയുടെ ഫാദർ പോലീസിലായിരുന്നു. അദ്ദേഹവും അതുപോലെ ഞാൻ 11ാമത്തെ മക്കളാണ്. അപ്പോൾ ഒരു സ്കൂളിൽ 12 പേര് പഠിക്കുമ്പോൾ എന്നാ സ്ഥിതി, ആരെങ്കിലും ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഇടിപ്പാലിനെ ഒന്നിച്ച് വീഴും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ട സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പന്തായം വെച്ചു. എന്ന് വെച്ചാൽ അവിടെ കിണർ ഇച്ചിരി ദൂരമാണ്, കിണറ്റ് വെള്ളം കുടിക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം വെച്ചു. ആദ്യം വെള്ളം കുടിക്കുന്നവർക്ക് ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു ഓളോളിക്ക് ഒരു നെല്ലിക്ക എന്ന് പറയും. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ വേറെ വേന്ദ്രമ്പരനായി സ്കൂളിൽ സാറില്ലാത്ത സമയം നോക്കി അവർ വാതൊക്കെ വന്ന് കഴിക്കും, ബെല്ലടിക്കും, ഓടും. ഇവന്മാർക്കും എല്ലാവർക്കും ഞാൻ മേടിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതുവരെ ഒരു മതിലുണ്ട്, നമ്മുടെ ഇത് ഫ്രണ്ടിലൊരു മതിലുണ്ട്. ഞാൻ മതിൽ ചാടി നോക്കി, മതിൽ ചാടി അപ്പുറം ചാടി ഞാൻ ആദ്യം വെള്ളം കുടി. ഇത് ഇവന്മാർ കറങ്ങി വരുമ്പോഴേ ഞാൻ വെള്ളം കുടിക്കും. ഇത് മോളിൽ നിന്നുകൊണ്ട് സാറന്മാർ കണ്ടു. എന്നോട് വിളിച്ച് ചോദിച്ചു, നിനക്ക് മതിലിൻ്റെ ഒരു സൈഡ് പൊക്കപ്പുറവും കൂടുതലുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് ചാടാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ സാറേ എന്ന് ചോദിച്ചു. വൈകുന്നേരം ഞാൻ ചാടി. പക്ഷേ ഒരെണ്ണം എന്നെ വിളിച്ച് ജന്മാഷ് പറഞ്ഞു, രക്ഷാർത്ഥാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോക്കായി. എന്തെങ്കിലും ചേട്ടനെ വിളിച്ചുകൊണ്ടിരുന്നു. ചെന്ന് ചോദിച്ചു, നിനക്ക് ഈ മതിൽ ചാടാവണമെന്ന് ചോദിച്ചു ചേട്ടനോട്.
അപ്പോൾ എന്നെക്കൊണ്ടും പറ്റിയെന്ന് പറഞ്ഞു. ഈ കുറേ ഇങ്ങനെ പറഞ്ഞ് കുറേക്കും ചാടും മുകളിക്കടെ. അപ്പോൾ ഇവനെ നമുക്ക് കൊല്ലത്തൊരു മീറ്റുണ്ട്, സാറുണ്ട്, ഒന്ന് കൊണ്ടുപോയി നോക്കാൻ. ഇപ്പോൾ ഇവിടെ സ്പോർട്സ് ഒന്നുമില്ല, നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാൻ നോക്കുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊല്ലത്ത് വെച്ച് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ 12 എണ്ണയന്മാരുണ്ടെങ്കിൽ ഞാൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോൾ, കാരണം എൻ്റെ 10 പേര് മൂത്തതാണ്, അവരുടെ പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ വന്നാണ്, എൻ്റെ തറവാട്ടിൽ വന്നാണ് കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ നീളത്തിൽ കിടക്കണം, പിള്ളേരിങ്ങനെ വട്ടത്തിൽ കിടക്കും, കാരണം എൻ്റെ കൈ വെച്ച് കിടക്കണം. അപ്പോൾ രാവിലെ ഞാൻ എല്ലാത്തിനും കൊണ്ടുപോയി കുളിപ്പിക്കും. ഷൈനി അങ്ങനെയാണ് ഷൈനിയെ കണ്ടുപിടിക്കാനുള്ള കാരണം. ഓടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഓടി ആദ്യം ബസ് വരുന്ന ആൾക്ക് മുട്ടായി കൊടുക്കും. അപ്പോൾ ഈ ആമ്പിള്ളേരുടെ മുമ്പിൽ വരുമായിരുന്നു ഷൈനി. അപ്പോൾ ഈ ഷൈനിയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ എനിക്ക് വന്നിട്ട് എനിക്ക് ഷൈനിയെ കോച്ചിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പട്ടാളത്തിൽ നിന്ന് വിടുന്നില്ല. അങ്ങനെ 16ാമത്തെ വർഷമാണ് ഷിപ്പായി പെൻഷൻ പൊക്കോളാൻ പറഞ്ഞു വേണമെങ്കിൽ. ഞാൻ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടുന്ന് ഇവിടെ എത്തിയത്. ചെറുപ്പകാലങ്ങളിലെന്ന് പറഞ്ഞാൽ കുസൃതിക്കാരനാണല്ലോ ആയിരുന്നു. ഇപ്പോഴും ഞാൻ ഈ പിള്ളേരെ കണ്ടുപിടിക്കുന്ന പ്രധാന ഘടകമാണ്. ഏറ്റവും കുസൃതിയുള്ള കുട്ടികളെ ഞാൻ സാർമാരോട്, സാറേ ഈ പയ്യനെ ഈ പയ്യനെ നമുക്ക് വിട്ട് തരണം, ഇവൻ സ്പോർട്സിന് വിറ്റാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പറയല. അപ്പോൾ സാറും കൂടെ പറയുമ്പോൾ സാറിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. കോരത്തോട്ടിൽ അങ്ങനെ വലിയൊരു സാറുമാർ, അന്നത്തുള്ള സാറുമാരുടെ ഭയങ്കര എനിക്ക് സപ്പോർട്ടായിരുന്നു. അന്ന് ഹെഡ്മാസ്റ്റർ ഞങ്ങൾക്കെതിരായിരുന്നു ഇതാണെങ്കിൽ, പക്ഷേ നാട്ടുകാരും ഇത് മുഴുവൻ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതായത്. എനിക്ക് വയസ്സ് 81ആയി, സുഖമില്ല. പക്ഷേ എൻ്റെ അസുഖം വരെ കണ്ടുപിടിച്ചത് വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പക്ഷേ അവിടെയും എനിക്ക് എന്തെല്ലാം ഇത് വേണോ, അത് മിലിറ്ററിയിൽ നിന്നാണേലും ദിവസം 4,00,000 രൂപയുടെ ഇഞ്ചക്ഷനാണ് വേണ്ടത്. അത് 8 ആവശ്യപ്പെട്ട് 10 കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുന്ന എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആ വില അറിയുന്നത്, നമ്മൾ ചെയ്തതിൻ്റെ, കുട്ടികൾക്ക് ചെയ്തതിൻ്റെ ആ ഗുണം അറിയുന്നത്. ഞാൻ 16 വർഷം മിലിറ്ററി സർവീസ് കഴിഞ്ഞ് ഇവിടെ കഴിയുമ്പോൾ മിലിറ്ററിയിൽ നിന്ന് എനിക്ക് ആദ്യം ഗവൺമെൻറ്റിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത് മലബാർ കോഴിക്കോട് സൈഡിലാണ്. അവിടെ മുസ്ലിം ഗേൾസ് ഹൈസ്കൂളിലാണ് കിട്ടിയത്. മുസ്ലിം കുട്ടികൾ അന്ന് സ്പോർട്സിൽ നിന്ന് തട്ടോട്ട് ഇറങ്ങുന്ന പ്രയോഗമില്ല. അപ്പോൾ ഞാനവിടെ ഹെഡ് പറഞ്ഞു, സാറേ ഞാൻ സ്പോർട്സ് ഇത് ചെയ്യിക്കാൻ വന്നതാണ്. അന്നേരം മാസ്റ്റർ പറഞ്ഞു, മാഷിൻ്റെ ശമ്പളം മേടിയില്ലേ, അല്ലാണ്ട് ഇതിവിടെ ഒരു കോച്ചിങ്ങും വേണ്ട, ഈ ഭാഷ പറഞ്ഞു പുള്ളി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ DO എടുത്തിരുന്നു. അപ്പോൾ DO ഇത് തന്നെ പറഞ്ഞു. ഞാൻ ഇത് വലിച്ചേറി അങ്ങ് പോന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മിലിറ്ററി വണ്ടി വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് വളരെ ടാക്സ് ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ വണ്ടി മേടിച്ച് അനിയനെ തടിക്കച്ചവടം പറഞ്ഞു. അപ്പോൾ തടിക്കച്ചവടം ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ വന്ന് തടിക്കച്ചവടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിൻ്റെ പകുതി തീർന്നു. കാരണം വീട്ടിൽ പൈസ മേടിക്കൽ, വീട്ടിൽ സാമ്പത്തികം ഉള്ളതാണ് ഞങ്ങൾ, വീട്ടിൽ പൈസ മേടിക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി ബുക്ക് ചെയ്യാൻ പോകാനായിട്ട് ചെന്നപ്പോൾ ഒരു തന്ത്രി, ഞങ്ങളുടെ അടുത്തൊരു തന്ത്രിയുണ്ട്, അദ്ദേഹം അങ്ങോട്ട് കയറി വന്നു. നേരെ കയറി വന്നു ചോദിച്ചു, തോമാച്ചൻ എവിടെയാണെന്ന് ചോദിച്ചു. എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു പോകരുത്, നല്ല കല കയ്യിലിരിക്കുന്നു, പിന്നെയാണ് വണ്ടി കൊണ്ട് ഇത് പോയി ഇപ്പോൾ കച്ചവടം ചെയ്തിട്ട് എന്നാണ് നേട്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊട്ടി പാലിഷായി എന്ന് പറഞ്ഞു. ഇനി വണ്ടി ടാക്സ് ഉണ്ടെങ്കിൽ ആരുടെയും തലയിൽ ചെന്ന് കയറും, പൊട്ടും. നല്ല ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും, അവിടെ നിന്ന് വലിയ പേരും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കൂളിൽ കിട്ടിയെന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് പുള്ളി പറഞ്ഞു, ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ സാറ് തേടി ഇവിടെ ആൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോരിഡോർ സ്കൂളിൽ നിന്ന് അവിടെ വരുന്നത്. ഞാനവിടെ പോയി കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടില്ല. അപ്പോൾ നല്ല കുട്ടികൾ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവിടെ. അപ്പോൾ ഗ്രൗണ്ട് കഴിയുമ്പോൾ ആ പ്രദേശം മുഴുവൻ കാണുമ്പോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളവിടെ ഗ്രൗണ്ട് തുടങ്ങി കഴിയുമ്പോൾ കുട്ടികൾ, എൻ്റെ കുട്ടികളെല്ലാം കൂടി ഞങ്ങൾ കൊട്ടയും തൂമ്പയെല്ലാം മേടിച്ച് സേവനവാരമുണ്ട്. അന്ന് സേവനവാരത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാ സ്കൂളുകാരും അല്ല കോളേജുകാരും വന്ന് ഞങ്ങൾ ഒത്തിരി സേവനവാരം ചെയ്തു. നമ്മുടെ ഒരു വീട്ടിൽ ഓടിക്കഴിയുമ്പോൾ ഇവിടുന്ന് 10 കൊട്ട മണ്ണെടുത്ത് അപ്പുറം കൊണ്ടുപോയിടണം. 10 കൊട്ട മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ്. കാരണം ഞങ്ങൾ വേർപ്പും ചോരയും കൂടിയുള്ള ഗ്രൗണ്ടാണ് കോരിത്തോട് ഗ്രൗണ്ട്. അവിടെ നിന്ന് ഇപ്പോഴും 2 ട്രാക്കും മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു കോരിത്തോട് ഗ്രൗണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ഇതുപോലെ നീങ്ങി. കോരിത്തോടിൽ നിന്നാണ് ഇത്ര നേട്ടങ്ങളുണ്ടായത്, ഫുൾ സപ്പോർട്ടും ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ സൈഡും വരെ എത്തിയത്. ഇപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ്. മറ്റേതൊന്നും കിട്ടിയാലും എവിടെയും ചെന്ന് കഴിയുമ്പോൾ, ഇന്നലെ തന്നെ ഞാൻ ഒരു മരിച്ചിറക്കില്ല വേണ്ടി വരുന്നവരും മുന്നേ നമ്മളെ ഫോഴ്സ് ചെയ്യണം. അത് തോന്നിട്ടിരിക്കുന്നു. എന്നെ ബന്ധം അവർക്കറിയാൻ വയ്യ. അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട്. അത് കാരണം ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമ്മുടെ അസുഖം തന്നെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ പറയും, സാർ ഭയങ്കര ഭാഗ്യവാനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കുട്ടിയുടെ മാത്രം ഒരു കുട്ടിയുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതൊരു കുഴപ്പം സംഭവിക്കില്ല. എനിക്ക് പേടിയെന്ന് പറഞ്ഞതാണ്. പിന്നെ ജയിൽവാസം കഴിഞ്ഞ ഒരു പയ്യൻ കോട്ടയത്ത് നിന്ന് വന്ന് ജയിൽവാസം എന്നോട് പറഞ്ഞില്ല. ഒരു മിലിറ്ററിക്കാരൻ്റെ മോൻ തന്നെയാണ്, പക്ഷേ എന്നോടത് പറഞ്ഞില്ല. ഇവനില്ലാത്ത പ്രശ്നമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു 100 രൂപ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അടിച്ചു വരും. പക്ഷെ ചോദിച്ചാൽ ഞാൻ എടുത്തു, എന്ത് ചിലവായി.
അപ്പോൾ ലാസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇവൻ തൂക്കിക്കൊണ്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവൻ നിന്നുകൊണ്ട് വിറയ്ക്കുക. എന്നോട് ചോദിച്ചു ഇവന്മാർ തീരുമാനിച്ചാലോ സാറ് തീരുമാനിച്ചാൽ ഞാൻ നന്നാവോ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ കുത്തിക്കൊല്ലുമെന്നാണ് പറഞ്ഞത് പിള്ളേരോട്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.